എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 തുടക്കത്തിൽ ജ്യോതിഷപ്രകാരം പല ഗ്രഹങ്ങളുടെയും ചലനത്തിൽ മാറ്റമുണ്ടാകാൻ പോകുന്നു. ഗ്രഹങ്ങളുടെ നിയന്ത്രണമുള്ള ചൊവ്വയും ഇതിൻ്റെ ഭാഗമായി മാറുന്നതായിരിക്കും. ആയതിനാൽ തന്നെ കേന്ദ്ര ത്രികോണ രാജയോഗം ചില രാശിക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇതിവർക്ക് വളരെയധികം സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാക്കുവാൻ പര്യാപ്തമാണ്. സമ്പത്തിൽ അപാരമായ വർധനവ് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പല മേഖലകളിലും മികച്ച വിജയം നേടുവാനും ഇവർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. അതിലാദ്യമായി തന്നെ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്തരം ആദ്യ കാൽഭാഗം. ചൊവ്വയുടെ ഉദയം ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. കാരണം ചൊവ്വ രാശിയിലെ 5ാം ഭാവത്തിലാണ് ഉദിക്കാൻ പോകുന്നത്. ആയതിനാൽ തന്നെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ച വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. അവർക്ക് ജോലി ലഭിക്കുകയോ വർഷത്തിൻ്റെ തുടക്കത്തിൽ വിവാഹം ഉറപ്പിക്കുവാൻ സാധിക്കുകയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടി ജനിക്കുന്നതിനും ഈ സമയം അനുകൂലമാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് വാഹനവും വസ്തുക്കളും മറ്റും സ്വന്തമാക്കുവാനും സാധിക്കുന്നതായിരിക്കും. കൂടാതെ ഈ കാലയളവിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലവും നിങ്ങളുടെ പക്ഷത്തുമായിരിക്കും. ഇതുകൂടാതെ ജോലി ലഭിക്കുകയും ബിസിനസ് സംബന്ധമായ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. വിജയം, ബഹുമാനം, നിരവധി നേട്ടങ്ങൾ എന്നിവയും ഈ കാലയളവിൽ ലഭിക്കുവാൻ സാധ്യത കാണുന്നു. അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, അതുപോലെ തന്നെ ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാത്തിൽ ചൊവ്വയുടെ ഉദയം വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. കാരണം രാശിയിൽ നിന്നും 3ാം ഭാവത്തിലാണ് ചൊവ്വ ഉദിക്കുവാൻ പോകുന്നത്. ആയതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുകയും ശാരീരികമായ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. കുടുംബത്തിൽ എല്ലാവരുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സമയം ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടവരും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സഹോദരങ്ങളിൽ നിന്നും പരിപൂർണമായ പിന്തുണ ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജോലിയിലോ ബിസിനസ്സിലോ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഈ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും. ബാങ്ക് ബാലൻസിൽ വർധനവ് വന്നു ചേരാം. വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾ വളരെയധികം വിജയിക്കുന്നതും ഈ കാലയളവിൽ കാണുവാൻ സാധിക്കും. അവസാനമായി വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം, അതുപോലെ തന്നെ തൃക്കേട്ട. വൃശ്ചികത്തിൽ ചൊവ്വയുടെ ഉദയം ശുഭകരമായി കണക്കാക്കാൻ സാധിക്കും വൃശ്ചികം രാശിക്കാർക്ക്. കാരണം നിങ്ങളുടെ രാശിയുടെ അധിപൻ കൂടിയാണ് ചൊവ്വ. കൂടാതെ ജാതകത്തിൻ്റെ സാമ്പത്തിക ഭാവം ചൊവ്വ നിമിത്തം ഉയരും. 2024 വർഷത്തിൽ അപ്രതീക്ഷിതമായി പണം വന്നു ചേരും. കൂടാതെ കിട്ടാതെ കിടന്നിരുന്ന പണം വീണ്ടെടുക്കുവാൻ സാധിക്കും. ഇണയുമായി ബന്ധപ്പെട്ട് മുൻപത്തേക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. ചൊവ്വയുടെ സ്വാധീനം മൂലം നിങ്ങളുടെ ധൈര്യവും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആർജവവും വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. പൊതുവെ മികച്ച സമയം തന്നെയായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.